രാഘവമണി എന്ന കലാകാരൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എൻ്റെ സിനിമ യാത്രയിൽ ഞങ്ങൾ ഒത്തിരി ദൂരം ഒരുമിച്ച് സഞ്ചരിച്ചവരാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഈ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഞാൻ മണിയുടെ വേർപാട് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങൾ മരിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു വിഷമത്തിലോ അല്ലെങ്കിൽ നഷ്ടപ്പെടലിലോ ഒക്കെ കൂടുതലായിട്ട് എന്നെ ബാധിച്ച എൻ്റെ ഒരു പ്രിയ സുഹൃത്തും അനുജനും ഒക്കെയായിരുന്നു കലാഭവൻ. മനുഷ്യർ നമ്മളെപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് ഞാനങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, നമുക്ക് ഈ ജീവിത ദുഃഖങ്ങളുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ വില അറിയും. ജീവിതത്തിൽ പ്രശ്നങ്ങളോ ദാരിദ്ര്യമോ ഒക്കെ അനുഭവിച്ച് വന്നവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന വികാരങ്ങളും അവരുടെ പ്രകടനങ്ങൾക്കും ഒക്കെ വേറൊരു അസ്തിത്വം ഉണ്ടായിരിക്കും. തൻ്റെ ജീവിതത്തിൽ താൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ച് തൻ്റെ കഴിവുകൊണ്ട് തനിക്ക് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഒരു ലോബിയിലും പെടാതെയൊക്കെ ഒറ്റയ്ക്ക് കൂലിപ്പണി ചെയ്ത കൂട്ടത്തിൽ തന്നെ തൻ്റെ കലാസബരിയും കൊണ്ടുപോയി വലിയ ആളായി മാറി വലിയ നിലയിലെത്തിയ മണിയുടെ കൂടിരിക്കാനും മണിയുടെ കൂട്ടിച്ചേരാനും ഒക്കെ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ പോലും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവർ പോലും അത് ആഗ്രഹിച്ച, അവർ പോലും എന്നും വിളിച്ചുകൊണ്ടിരുന്ന മണി അപ്പോഴും തൻ്റെ ദുഃഖത്തിലും തൻ്റെ ജീവിത പ്രശ്നങ്ങളിലും തൻ്റെ ദാരിദ്ര്യത്തിലുമൊക്കെ തൻ്റെ കൂടെ നിന്ന സഹജീവികളെയാണ് ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്. അവരുടെ സാമീപ്യമാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എന്നുള്ളതൊരു അസാമാന്യ മനുഷ്യ സ്വഭാവമാണ്. സാധാരണ ഉണ്ടാകാറില്ല. ഒരു ലെവൽ വിട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കാറില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞ സിനിമ 1996 അതിലാണ് മണി ആദ്യമായിട്ട് എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. നിങ്ങൾക്ക് ടി വിയിൽ ഇപ്പോഴും കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഏതാണ്ട് 12 സിനിമയാണ് മണി എൻ്റെ കൂടെ അഭിനയിച്ചത്. അതിൽ കേരളത്തിലൊരു മിമിക്രി കലാകാരൻ എന്നുള്ള നിലയിലും ഒരു തമാശക്കാരൻ എന്നുള്ള നിലയിലുമൊക്കെ കല്യാണ സൗഹൃദത്തിലെ ആ കോമഡി ക്യാരക്ടറൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നിറഞ്ഞിരുന്ന മണിയിലെ അസാമാന്യ പ്രതിഭ, വളരെ സീരിയസ് ആയ കഥാപാത്രങ്ങൾ മറ്റാരേക്കാട്ടിലും നല്ലപോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരു അസാമാന്യ അഭിനയസിദ്ധിയുള്ള കലാകാരനാണ് ഇയാളെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അന്ധഗായകനായ രാമുവിനെ അവതരിപ്പിക്കാൻ ഞാൻ മണിയെ തിരഞ്ഞെടുക്കുന്നത്. അന്ന് മലയാള സിനിമയിൽ പലരും എന്നോട് ചോദിച്ചു, മണി അത്ര സീരിയസ് ആയ ഒരു കഥാപാത്രം ചെയ്താൽ നിൽക്കുമോ? കാരണം മണിയെ കണ്ടാച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. മണിയുടെ ഒരുങ്ങി ആഹാ എന്നുള്ള ചിരിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അത് വെച്ചിട്ട് ഒരു ഹാസ്യ കഥാപാത്രങ്ങളുടെ ഒരു ഏറ്റവും ജഗതി ചേട്ടനോ അല്ലെങ്കിൽ പപ്പു ചേട്ടനോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന, മംഗളച്ചേട്ടനോ അങ്ങനെ 2-3 പേര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന കഥാപാത്രമായിട്ട് നിൽക്കുന്ന ഒരാളെ കൊണ്ട് കണ്ടു നിറയിക്കുന്ന അന്ധനായ രാമുവിനെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരൊത്തിരി പേരുണ്ട്. അതിൻ്റെ ഒരു ചലഞ്ചായിരുന്നു ഞാൻ ആ ചിത്രം. അതൊരു പരീക്ഷണ ചിത്രം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നും മലയാള സിനിമയിൽ മുടക്കുമുതലിൻ്റെ 10 ഇരട്ടി കിട്ടിയ, അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും കൂട്ടുന്നത്. ഇപ്പം 100 കോടി ക്ലബ് എന്നൊക്കെ പറയുമ്പോൾ 50 കോടി രൂപ ചിലവാക്കിയിട്ട് 100 കോടി രൂപ കളക്ട് ചെയ്യുന്നത് കണക്കല്ലല്ലോ. വെറും 40 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് അന്ന് 4 കോടി കളക്ട് ചെയ്ത ചിത്രമായിരുന്നു വാസന്തി. അപ്പോൾ അത്
അപ്പോൾ 10 ഇരട്ടിയാണ് അല്ലേ? അങ്ങനെ പെർസെൻറ്റേജ് കൂട്ടുമ്പോൾ മുടക്ക് മുതലിൻ്റെ 10 ഇരട്ടിയാണ് അന്ന് വാസന്തി ലക്ഷ്മി. വാസന്തി ലക്ഷ്മിയും ആ ചിത്രം ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സീനുകളും ഷൂട്ട് ചെയ്യുമ്പോൾ മണി ഞങ്ങളെ കരയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കറിയാം, അതിനകത്ത് ഈ ദാരിദ്ര്യത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കലാകാരൻ്റെ, ഒരു തെരുവ് ഗായകൻ്റെ കഥയാണ്. തെരുവിൽ പാടി തൻ്റെ വീട്ടിലെ അമ്മയ്ക്കും പെങ്ങാന്മാർക്കും കിടപ്പായി കട്ടിലിൽ കിടക്കുന്ന രോഗിയായ അച്ഛനും ഒക്കെ ആഹാരം കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ. തന്നെ എല്ലായിടത്തും തനിക്ക് പരിഹാസം മാത്രമാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെയൊക്കെ ചിരിയായി മാറ്റിക്കൊണ്ട് ജീവിച്ച ഒരു അന്ധ ഗായകനായിരുന്നല്ലോ അദ്ദേഹം. അവിടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു XMV ആയ മുതലാളി തോമസ് മുതലാളിയുടെ പഴയ വസ്ത്രങ്ങളായിരുന്നു ഈ മണിയുടെ, സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം മണിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. തോമസ് മുതലാളി വരും ഡൽഹിയിൽ നിന്ന്. അപ്പം ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ പഴയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഇവർ കൊടുക്കും, അതിട്ടുകൊണ്ടാണ് പാട്ടിന് പോകുന്നത്. അപ്പോൾ തൂക്കുപാലത്തിൽ കൂടി നടന്നു വന്ന് ഈ അലക്കുകാരി മണിയുടേതായ ഒരു തമാശ ഭാവത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കി. അലക്കുകാരിയോട് മണി ചോദിക്കുന്നുണ്ട്, തോമസ് മുതലാളി വന്നിട്ടുണ്ടില്ലേ, അത് നീ എങ്ങനെ അറിഞ്ഞടാ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് അലക്കുന്ന തുണിയോട് കുത്തിപ്പിഴിയുമ്പോൾ അമ്മിണിയമ്മ കാണിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു ബഹുമാനം, അത് കേട്ട ആ സ്വരം കേട്ടാൽ എനിക്കറിയാം ഇത് തോമസ് മുതലാളിയുടെ വസ്ത്രമാണ്. അങ്ങനെ തോമസ് മുതലാളിയുടെ വസ്ത്രം തോമസ് മുതലാളി വന്നിട്ടുണ്ടോ എന്ന് പറയുന്ന ആ സീന് എടുത്തിട്ട് ഈ ആ തൂക്കുപാലത്തിൽ നിന്ന് മണി ഇറങ്ങുമ്പോൾ ഞാൻ ഷോട്ട് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ പൊട്ടിക്കരയുകയാണ് മണി. ആ കണ്ണ് നിറഞ്ഞൊരു സീക്വൻസ് അതിൻ്റെ ലാസ്റ്റ് ഉള്ളത്. തോമസ് മുതലാളി വന്നില്ലെങ്കിൽ പിന്നെ ഉടുവസ്ത്രം ഇല്ലല്ലോ അമ്മിണിയമ്മ, അതുകൊണ്ട് മുതലാളിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന സീക്വൻസിൽ മണി അവിടെ അത് ഒരു ഫീൽ ചെയ്ത് കരഞ്ഞാൽ മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ മണി പൊട്ടിക്കരഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ പെട്ടെന്ന് മനസ്സിൽ വിഷമവും സന്തോഷവും ഒക്കെ പെട്ടെന്ന് വരികയും കരയുകയൊക്കെ ചെയ്യുന്ന ആളാണ് മണി. എൻ്റെ അടുത്ത് വന്നിരുന്നു പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ ഓർത്തുപോയി. എൻ്റെ അമ്മ എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുത്തരുന്ന ഡ്രസ്സിൻ്റെ കാര്യം ഓർത്തുപോയി. ഞാൻ 10ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഒരിക്കൽ പോലും എനിക്കൊരു പുത്തൻ ഉടുപ്പിടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല സാർ. ഇത് പറയുന്ന മണി നമ്മൾ ആലോചിക്കണം, അന്ന് നല്ല കാശുകാരനാണ് മണി. സിനിമയിലും മണിയുടെ നാടൻ പാട്ടൊക്കെ ഒത്തിരി ലക്ഷങ്ങൾക്ക് വിൽക്കുന്ന മണി സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ആ ഒരു സീൻ അഭിനയിച്ചിട്ട് മണി അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലോട്ട് മണി കടക്കുന്നതും അവനെ ചേർത്ത് പിടിച്ച് ആകെ വിഷമിച്ചു പോയിട്ട് ഞാനന്ന് ഷൂട്ടിങ് 2 മണിക്കൂർ നിർത്തിവെച്ചു. എൻ്റെ മനസ്സിലാതെ വിതുമ്പി. അയാൾ അനുഭവിച്ച ദുഃഖങ്ങളും അയാൾ അനുഭവിച്ച ദാരിദ്ര്യവും ഒക്കെ പറഞ്ഞ് വിതുമ്പുന്ന ഒരു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ. അതുകൊണ്ട് തന്നെയാണ് മണി വണ്ടിയിൽ പോകുമ്പോൾ റോഡ് സൈഡിൽ വെറും ഫ്ലെക്സ് അടിച്ചിട്ട് താഴെ കിടക്കുന്ന ഒരാളെ കണ്ടാൽ മണി അവിടെ ഇറങ്ങിയിട്ട് അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സയാൾക്കുണ്ടായത്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടാൽ അങ്ങോട്ട് ചെന്നവരെ സഹായിക്കുന്ന, സ്വന്തം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കടം മേടിച്ച് സഹായിക്കുന്ന മാനസികാവസ്ഥ, അതൊക്കെയാണ് എന്നെ മണിയെ ഭയങ്കരമായിട്ട് ഒരു കലാകാരനപ്പുറത്തേക്ക് അയാൾ എന്നിലോട്ട് അടുപ്പിക്കാൻ കഴിയും. വാസന്തി ലക്ഷ്മിയും കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് മമ്മൂട്ടിയുടെ ദാദാ സാഹിബ് എന്നുള്ള സിനിമയാണ്. അതിൽ മണിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കരുമാടിക്കുട്ടൻ എന്നുള്ള സിനിമ ചെയ്തത്. കരുമാടിക്കുട്ടൻ അഭിനയിക്കുമ്പോഴും അത് കുട്ടനാട്ടിലെ ഒരു ചെറുമൻ്റെ, ഞാൻ കണ്ടു വളർന്ന, എൻ്റെ വീട് കുട്ടനാട്ടിലാണ്, ഞാൻ കണ്ടു വളർന്ന അവിടുത്തെ ഒരു ചെറുമൻ്റെ കഥയാണ് ഈ കരുമാടിക്കുട്ടൻ. ബുദ്ധി വളർന്നിട്ടില്ലാത്ത, ഒത്തിരി സ്നേഹം മാത്രം മനസ്സിലുള്ള, ഭക്ഷണം കൊടുത്താൽ അത് മാത്രം മതി, വേറെ കൂലിയൊന്നും വേണ്ട, ആർക്കു വേണ്ടി എന്ത് സഹായവും ചെയ്യുന്ന മണിയുടെ കഥാപാത്രം കരുമാടിക്കുട്ടൻ.
അവസാനം ആ നാട്ടിലെ ഏറ്റവും വലിയ തമ്പുരാട്ടിക്കുട്ടി ഇവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ, ഇവനാണ് എൻ്റെ പുരുഷൻ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് ആ ചെറുമൻ്റെ കഥാപാത്രം വളർന്നു വരുന്ന ഒരു അധസ്ഥിത വർഗത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന ചിത്രമായിരുന്നു കരിമാടിക്കുട്ടൻ. വാസന്തി ലക്ഷ്മി അതുപോലെ തന്നെയായിരുന്നു. അധസ്ഥിത വർഗത്തിൽ നിന്നും വന്നിട്ട് എങ്ങനെയാണ് സമൂഹത്തിൽ സ്നേഹവും സമൂഹത്തിൽ നന്മയും പകരണ്ടെന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു അന്ധനായ രാമു. പക്ഷെ തൻ്റെ പെങ്ങളെ അപമാനിച്ചവനെ നമ്മളെ ഒരു സിനിമയിലും കണ്ടിട്ടില്ലാത്ത, ഒരു സൂപ്പർ നായകനിലും കണ്ടിട്ടില്ലാത്ത ശക്തിയോടെ ആ XMBയെ സ്വന്തം കൈക്കുള്ളിൽ ഞെരിച്ചു കൊല്ലുന്ന അസാധ്യ ശക്തിയുള്ള ഒരു ഹീറോ ആയിരുന്നു വാസന്തി ലക്ഷ്മിയുടെ അന്ധഗായകൻ, അല്ലേ? അതുപോലെ തന്നെ ആ രണ്ട് ചിത്രങ്ങളും അതുപോലെയായിരുന്നു വാർത്തെടുത്തത്. കരിമാടിക്കുട്ടൻ നടക്കുന്ന സമയത്താണ് മമ്മൂട്ടി എന്നോട് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സിനിമ കൂടി, അന്ന് മമ്മൂട്ടിയുടെയൊക്കെ ഡേറ്റ് ഒരു പടം കഴിഞ്ഞാൽ പിന്നെ ഒരു സംവിധായകന് 3-4 വർഷമൊക്കെ കഴിഞ്ഞ്, ഇന്നും അങ്ങനെ തന്നെയാണ് തോന്നുന്നു കിട്ടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഉടൻ തന്നെ വിനയനൊരു പടം കൂടി ചെയ്യണം. അതിന് ഞാൻ പറഞ്ഞതിൻ്റെ കഥയില്ല ഇല്ല, ഒരു കഥ വിനയൻ ഉണ്ടാക്കും, വിനയനെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാക്ഷസ രാജാവ് എന്ന് പറയുന്ന ചിത്രം ഞങ്ങൾ ഉണ്ടാക്കി. അത് ഈ ആലുവ കൊലക്കേസ് എന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പെട്ടെന്നൊരു കഥ അങ്ങനെ ഉണ്ടാക്കി, അത് വളരെ പെട്ടെന്ന് സ്ക്രിപ്റ്റ് എഴുതി ഞാൻ ഷൂട്ട് ചെയ്ത സിനിമ. അതിനകത്ത് ഒരു മണിയുടെ ഒരു അഭിനയ സിദ്ധിയെ പറ്റിയൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ മണി കോമഡിയനായിരുന്നു. മണി സീരിയസ് കഥാപാത്രം ചെയ്ത് നമ്മളെ ഞെട്ടിച്ചു, കരയിച്ചു. മണി ഭയങ്കര പ്രസിദ്ധനായി. അപ്പോഴാണ് ഈ രാക്ഷസ രാജാവിലൊരു വില്ലൻ വേഷം വരുന്നത്. അപ്പം മണിയില്ലാതെ ആ സമയത്ത് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എല്ലാ പടത്തിലും എന്തെങ്കിലും വേഷം കാണും. ഇതിനകത്ത് ചിന്തിച്ചപ്പോൾ അതിനകത്ത് ദിലീപുണ്ട്, കാവ്യുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് രാക്ഷസ രാജാവ്. അതിനകത്തൊരു മന്ത്രി ഗുണശേഖരനുണ്ട്, വാക്കാ വില്ലനാണ്. അപ്പം മണിയെ പറ്റി അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ശ്രീ മമ്മൂട്ടിയോട് പറഞ്ഞപ്പോൾ മണി നീ പറഞ്ഞാൽ ചെയ്യുമായിരിക്കും, മണി അങ്ങനെ വില്ലൻ ചെയ്യുമോ? നമ്മൾ ഇത് തന്നെ ചോദിച്ചാൽ കോമഡിയനല്ലേ, നായകൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അയാൾ ചെയ്തില്ലേ വാസന്തി ലക്ഷ്മി, കരയിച്ചില്ലേ നിങ്ങൾ? അപ്പോൾ വില്ലൻ ചെയ്യുമോ? ഞാൻ പറഞ്ഞു മണി ഒരു അസാധ്യ കലാകാരനാണ്, അതെനിക്ക് ഉറപ്പാണ്. ഏത് കഥാപാത്രം കൊടുത്താലും അതിൻ്റെ എന്താ പറയുക ഉച്ചസ്ഥായിയിൽ അതെത്തിക്കാൻ മാത്രം കഴിവുള്ള കലാകാരനാണ്. അങ്ങനെയാണ് നിങ്ങൾ കണ്ടു കാണും. നമ്മളെയൊക്കെ ഞെട്ടിച്ച ചിത്രമായിരുന്നു വിക്കനായ ഗുണശേഖരൻ. തെങ്ങുകയറ്റ തൊഴിലാളിയായി നടന്ന് അവസാനം മന്ത്രിയായിട്ട്, തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നപ്പോൾ തേങ്ങാമോഷണത്തിന് അന്ന് SI ആയിരുന്നു, അന്ന് സർക്കിളായിരുന്ന അയാൾ അറസ്റ്റ് ചെയ്ത കക്ഷി ആ സർക്കിളിനെ കൊണ്ട് തന്നെ സല്യൂട്ട് ചെയ്യിപ്പിക്കുന്ന മന്ത്രി. അതിൻ്റെ ആ ചിത്രത്തിൽ ആ മണിയ കഥാപാത്രത്തെ സ്വന്തം ബോഡിയിലോട്ട് സന്നിവേശിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ പോലും വിക്കെന്ന് പറയുന്നത് ആ ഒരു വിക്കൻ കഥാപാത്രമായിട്ട് ഞാൻ ഹ്യൂമറിന് വേണ്ടി അത് ഉണ്ടാക്കിയെങ്കിലും മണി അത് ഇത്രമാത്രം പൊലിപ്പിക്കും, നമ്മളെ ചിരിപ്പിക്കുമെന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ആ ചിത്രം കണ്ടിട്ടാണ്, ആ ചിത്രം ഒന്ന് ഇവിടെ ഭയങ്കര പേരായി. അങ്ങനെയാണ് അന്ന് ഈ വാസന്തി ലക്ഷ്മിയും ഇവിടെ ഭയങ്കര ഹിറ്റായപ്പോൾ തമിഴിലത് വിക്രം അഭിനയിക്കണമെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിക്രമത്തിനെ വെച്ചിട്ടാണ് തമിഴിലെടുത്തത്. കാശി എന്ന് പറഞ്ഞ് വിക്രമിൻ്റെ 2ാമത്തെ പടം കണ്ടാണ്. ആ പടത്തോടുകൂടി വിക്രമോടെ വലിയ സൂപ്പർ സ്റ്റാറായി. അപ്പോൾ കാശി തമിഴിലെടുത്തു. കാശി അവിടെ ഭയങ്കര ഹിറ്റായി. ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. വിക്രം വലിയ സൂപ്പർ സ്റ്റാർ ആയി. അപ്പോൾ വിക്രത്തിന് ഭയങ്കര, കാശിയിൽ ഞങ്ങൾ വിക്രത്തിന് കൊടുത്ത റെമ്യൂണറേഷൻ ഒരു 3 ലക്ഷം ആണെങ്കിൽ വിക്രം പെട്ടെന്ന് 10 കോടിയിലോട്ടും 5 കോടിയിലോട്ടും ഒക്കെ വളരുന്ന താരമായിട്ട് അങ്ങ് മാറി. അപ്പോഴാണ് ഈ രാക്ഷസ രാജാവ് കഴിഞ്ഞപ്പോൾ ഞാൻ വിക്രത്തിനോട് വിളിച്ചു പറഞ്ഞു, വിക്രം നീ ഈ പടം ഒന്ന് കാണണം, ഈ പടത്തിനകത്തെ മണിയുടെ വില്ലൻ. അങ്ങനെയാണ് ജെമിനി എന്ന് പറയുന്ന പടത്തിൽ ഈ ചിത്രം ഞാൻ തന്നെ അന്ന് പ്രിന്റാണ്, പെട്ടിയാണ്, അത് അയച്ചു മദ്രാസിൽ കൊടുത്ത് AVM സ്റ്റുഡിയോയിൽ അവർ കണ്ടു. അങ്ങനെയാണ് ജെമിനിയിലെ മിമിക്രിക്കാരനായ വില്ലൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അതോടുകൂടി മണി തമിഴ്, തെലുങ്ക്, കന്നഡ രംഗത്തൊക്കെ മണി ഭയങ്കര പ്രശസ്തനായി. എന്ന് മാത്രമല്ല രജനീകാന്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ മലയാളത്തിൽ
മണിയുടെ കൂടെ അഭിനയിക്കാനായിട്ട് പെൺകുട്ടികൾ, സുന്ദരികളായ നമ്മുടെ നായികമാർ എന്നോട് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുള്ള സമയത്ത് തമിഴിൽ പോയി ഐശ്വര്യ റായിയുടെ നായകനായിട്ട് മണി അഭിനയിച്ചു. അതാണ് മണിയുടെ വളർച്ച, അതാണ് മണിയെ പറ്റി. അത്തരം ഓർമ്മകൾ പറയാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ മാസ്റ്റർക്ക് ഇരിപ്പുണ്ട് ഇവിടെ, ഇലക്ഷൻ പ്രചരണത്തിന് പോകണ്ട അദ്ദേഹം. ഞാൻ പറയും എത്ര മണിക്കൂറുകൾ വേണമെങ്കിൽ എനിക്ക് മണിയെ പറ്റി പറയാൻ പറ്റും. അത് കലയുടെ അഭിനയസിദ്ധിയൊന്നും മാത്രമല്ല, മണിയുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ മണി ഇങ്ങനെ അകാലത്തിൽ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ, അവിടെയും ഞാൻ പറയാറുണ്ടല്ലോ, എല്ലാ വലിയ ആൾക്കാർക്കും അസാമാന്യ സിദ്ധിയുള്ളവർക്കും ഒക്കെ എവിടെയെങ്കിലും ഒരു മൈനസ് പോയിന്റ് ഒക്കെ വരും. അതും സ്നേഹത്തിൻ്റെ പേരിലായിരിക്കാം. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മണിയോടുള്ള ട്രിബ്യൂട്ട്, മണിയോടുള്ള ആദരവ് എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചപ്പോൾ അന്ന് എന്നെ മലയാള സിനിമയിൽ നിന്ന് വിലക്കിയൊക്കെ നിർത്തിയിരിക്കുന്ന സമയം നിങ്ങൾക്കറിയാം. ആ സമയത്താണ് നമ്മൾ മണിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവായിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രം. ഞാനൊരു പുതിയ ചെറുപ്പക്കാരനെയാണ് അവിടെയും കണ്ടെത്തിയത്, ഷെന്തിൽ. അയാൾ നിന്ന് വലിയ സിനിമാണ്ടായി കേട്ടോ, അയാളുടെ ജീവിതവും രക്ഷപ്പെട്ടു. മണിയുടെ അനുഗ്രഹമായിരിക്കും, അയാൾ ഓക്കെയാണ്. അങ്ങനെയാണല്ലോ ഓരോരുത്തരെ കൊണ്ടുവരുമ്പോഴോ അവർ രക്ഷപ്പെടുക എന്ന് പറയുന്നിടത്താണ് എന്നെ സംബന്ധിച്ചൊരു ചലച്ചിത്രകാരൻ എന്നുള്ള എനിക്ക് എൻ്റെ സന്തോഷം. ഷെന്തിലിനെ തിരഞ്ഞെടുത്ത് അന്ന് മലയാള സിനിമയിൽ നിന്ന് അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞവരെ കൂട്ടിയിട്ടാണ് വളരെ ചെറിയ ബഡ്ജറ്റിലാണ് ഞങ്ങൾ ചാലക്കുടിക്കാരൻ ചങ്ങാതി എടുത്തത്. ഒരിക്കലും നിങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഷെന്തിൽ എന്ന് പറയുന്ന ആള് മണിയുടെ രൂപസാക്ഷ്യമൊന്നും ഇല്ല അയാൾക്ക്. പക്ഷെ അയാളെ വിളിച്ച് അഭിനയിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നി മണിയുടെ ഉള്ളിലുള്ള മണിയുടെ നന്മകളും മണിയുടെ സ്വഭാവവിശേഷവും ഒക്കെ ഇയാൾ ഉൾക്കൊള്ളാൻ മിടുക്കനായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് അയാളെ കാസ്റ്റ് ചെയ്യുന്നത്. ആ ചിത്രം ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ഒരു ചെലവിലെടുത്ത ചിത്രമാണെങ്കിലും അത് മലയാളത്തിലെ പ്രേക്ഷകർ സ്വീകരിച്ചെന്ന് മാത്രമല്ല, തിയേറ്ററിൽ കരഞ്ഞു. ആ ചിത്രത്തിൽ മണിയുടെ ശവദാഹം നടക്കുന്ന ആ സീനുകളിൽ ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണ്. ചാലക്കുടിക്കാരൻ ഞാൻ മണിക്ക് കൊടുത്ത ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ്. ഇന്ത്യൻ സിനിമയിൽ ഒരിടത്തും ഉണ്ടെന്ന് തോന്നില്ല ഒരു 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 ചലച്ചിത്ര നടൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ നന്മകൾ പകർത്തുന്ന ഒരു സിനിമ മലയാളത്തിലില്ല. മലയാളത്തിൽ എത്രയോ മഹാനടന്മാർ ഉണ്ടായിരുന്നു, എത്ര പേർ, സത്യൻ മാസ്റ്റർ ഉൾപ്പെടെ എത്ര പേർ മരിച്ചു. പക്ഷെ മണിക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു പടമെടുക്കാനുള്ള നിയോഗം എനിക്കുണ്ടായി. എൻ്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം നിറഞ്ഞ ജീവിതത്തിലെ അനുഭവമാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന ചിത്രം. ഒരാൾക്കും ഇനിയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര വലിയ സുഹൃത്താണെങ്കിലും അങ്ങനെ ഒരു അതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള എൻ്റെ ഒരു ആദരവും ട്രിബ്യൂട്ടും ഒക്കെ മണിക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. മണിയുടെ സ്നേഹം അതാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ക്ഷമിക്കണം പറയുമ്പോൾ കൂടി ഓരോ കാര്യങ്ങളും ഇങ്ങനെ മണിയുടെ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ എന്നെ നിങ്ങൾക്കറിയാം, മലയാളത്തിലെ സൂപ്പർ താരങ്ങളൊക്കെ കൂടി ഞാനൊരു ആദ്യമായിട്ട് മലയാള സിനിമയിൽ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഈ ലൈറ്റ് ബോയ്സിനും ക്രെയിൻ പൊക്കുന്നവർക്കും ഒക്കെ ആയിട്ടാണ് നമ്മളൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി. അബദ്ധമായി പോയി പിന്നെ എന്ന് എനിക്ക് തോന്നി. പക്ഷെ അബദ്ധമല്ല. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ട്രേഡ് യൂണിയൻ വന്നിട്ടും കേരളത്തിൽ ട്രേഡ് യൂണിയൻ വന്നില്ല. ട്രേഡ് യൂണിയൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തൊഴിലാളികൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടും. ഞാൻ തമിഴിൽ പോയി ആ കാശി എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് എന്നെ ഭാരതിരായ സാർ ഒരു ഫംഗ്ഷന് ക്ഷണിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ പിള്ളേർക്ക്, തൊഴിലാളികളുടെ പിള്ളേർക്ക്, അതായത് സിനിമയിലെ വലിയ ആൾക്കാർക്കല്ല, തൊഴിലാളികളുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പിനും വീട് വെക്കാനുള്ള പണമൊക്കെ കൊടുക്കുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന്. അപ്പം പറഞ്ഞു ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഫണ്ടാണ്, പക്ഷേ ഇതിന് ട്രേഡ് യൂണിയൻ കാർഡ് വേണം. കേരളത്തിലെന്നതില്ല. അന്നിവിടെയുള്ള മാക്ട എന്നൊരു ക്ലബ്ബ് കണക്കുള്ള ഒരു സംഘടന മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് അതിനു വേണ്ടി സംസാരിക്കുന്നതും അങ്ങനെ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നതും എൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആക്കുന്നതും നമ്മുടെ സൂപ്പർ താരങ്ങളെല്ലാം കൂടി ആ സംഘടന വെച്ച് തന്നെ വിനയനെ പുറത്താക്കുന്നു. മനസ്സിലായോ? ഈ ട്രേഡ് യൂണിയൻ ഇവിടെ വേണ്ട, പുറത്താക്കുന്നു. അങ്ങനെ ഞാൻ നിങ്ങൾക്കറിയാം 10 വർഷം ഞാൻ സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് സിനിമയിൽ വന്നത്. കാരണം അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ ഞാൻ പണിയില്ലാതിരിക്കുമ്പോൾ, വർഷത്തിൽ 2-3 പടം ചെയ്ത് നിൽക്കുന്ന സമയത്ത് പണിയില്ലാതായപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്നുണ്ട്, ഞാൻ വീട് വെക്കാൻ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രശ്നമൊക്കെ ആയപ്പോൾ ഒരു ദിവസം മണിക്ക് പ്രശ്നമായി. അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ വലിയ ആരാധ്യ പുരുഷനാണ് അന്ന് മണി. കാരണം മണിയൊന്നും വലിയ ആളായി, സൂപ്പർ താരങ്ങൾ പോലും മണിയുടെ
മണിയുടെ ഡേറ്റിന് വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ്. മണിയുടെ ഉണ്ടെങ്കിൽ കൊള്ളാം. മണി ഒരു ദിവസം എൻ്റെ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചു, സാറേ ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെന്ന് ചോദിച്ചു. മണി വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ വന്ന മറ്റൊന്നും കൊണ്ടല്ല, സാറിനറിയാലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നെ കൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞു തീർക്കണമെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് ചെന്നൊരു സോറി പറഞ്ഞാൽ തീർക്കാൻ തയ്യാറാണെന്ന് തന്നെ മമ്മൂക്കായും ഒക്കെ വിളിച്ച് പറഞ്ഞല്ലോ. ഞാൻ അതിന് തയ്യാറല്ല. കാരണം ഞാൻ ആ സോറി പറയേണ്ട കാര്യമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമാണ്. ഞാനൊരു സംഘടന ഉണ്ടാക്കിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് വേണേൽ ഞാൻ ഒഴിയാമെന്ന് പറഞ്ഞാൽ, പക്ഷെ സോറി പറഞ്ഞിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്താ നീ വന്നെന്ന് ചോദിച്ചപ്പോൾ, സാർ ഞാൻ ഇന്നൊരു കാസറ്റ് ഇറക്കിയാൽ 50 ലക്ഷം വരെ അതിന് വിലയുണ്ട് സാർ. ശരിയാണ്. അന്ന് മണിയുടെ പാട്ട്, നാടൻ പാട്ട്, മണിയെ ഇവിടെ ആദരിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു ഒരു സിനിമാ നടൻ എന്നുള്ളതിലുപരി, പീറ്ററേട്ടനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം പറയുക സിനിമ എന്നുള്ളതിലുപരി നാടൻ പാട്ടെന്ന് പറയുന്നതിൻ്റെ അന്തസ്സത്തെയും അതിൻ്റെ കഴിവും മലയാളിക്ക് ഇത്രയും കൊടുത്ത ഒരു ആള് പറയില്ല. AR റഹ്മാന്റെ ഗാനമേളയ്ക്ക് വരുന്ന ക്രൗഡല്ലായിരുന്നോ മണി, നാടൻ പാട്ടിന് മണിയുടെ അങ്ങനെ ഒരു നാടൻ പാട്ടിനെ നമ്മുടെ നെഞ്ചിലോട്ട് കയറ്റിയ ഒരു കലാകാരൻ വേറെയുണ്ടോ? ഇവിടെ എല്ലാവരും നാടൻ പാട്ടും പാടി ചെറുതായിട്ട് ചെറിയ സ്റ്റേജുകളിൽ നടക്കുന്ന സമയത്ത് നാടൻ പാട്ടിനെ അതിന്റെ കൊമേഴ്സ്യൽ സാധ്യതയുടെ അങ്ങേയറ്റത്ത് വരെ മണി കൊണ്ടുപോയില്ലേ? നാടൻ പാട്ടുകാരൊക്കെ പൂവിട്ട് പൂജിക്കണം മണിയെ, നാടൻ പാട്ടുകൾക്ക് ഇത്രയും പ്രസക്തി ഉണ്ടാക്കിയത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാസറ്റ് ഇന്ന് ഭയങ്കര മാർക്കറ്റ് ഉണ്ട് സാർ. ഞാൻ സാറിന് വേണ്ടി ഒരു കാസറ്റ് ഇറക്കട്ടെ, അത് ഇറക്കിയാൽ ഒരു 19 ലക്ഷം 40 ലക്ഷം രൂപ വരെ കിട്ടും. എന്നെ സഹായിക്കാൻ മണിയുടെ മനസ്സിൻ്റെ തോന്നലാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, നീ അത് ചെയ്ത് നിന്റെ ജീവിതത്തിൽ നീ മുന്നോട്ട് പോവുക, നിനക്ക് സഹായിക്കാൻ ഒത്തിരി പേരുണ്ട്. നീ സഹായിക്കുന്ന പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരും ഒക്കെ ഒത്തിരി ധാരാളം പേരുണ്ട്. എൻ്റെ ഈ ഫൈറ്റ് നേരിടാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണല്ലോ ഞാൻ ഇവരോട് നേരിടുന്നത്, ഈ സൂപ്പർ ശക്തികളോട്. അതുകൊണ്ട് ഞാനത് നേരിട്ടോളാം എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇറക്കി വിട്ടു. അത് ഞാൻ ഇന്നും ആലോചിക്കുകയാണ്. മണി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറിന് വേണ്ടി ഞാനൊരു കാസറ്റ് ചെയ്യുക. അതാണ് മണി. സ്നേഹമുള്ളവരെ അവരുടെ വിഷമം കണ്ടാൽ അല്ലെ അവരെ സഹായിക്കാൻ എപ്പോഴും അയാൾ സന്നദ്ധനാണ്. എനിക്ക് തോന്നുന്നു എനിക്കൊരു നമ്മുടെ ബഹുമാനായ മുൻ മന്ത്രിയാണ് അദ്ദേഹം, നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്. എനിക്കൊരു പരാതി ഉണ്ടായിരുന്ന കാര്യത്തിൽ ഈ സർക്കാരിന്. ഈയിടെ കേരളീയം എന്ന് പറയുന്ന പരിപാടി അവതരിപ്പിച്ചു. കേരളീയം വളരെ വലിയ സക്സസ് ആയ പരിപാടിയായിരുന്നു. ഓരോ നടന്മാരോടുമുള്ള ട്രിബ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് 22 ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചു. കേരളീയത്തിൽ സത്യൻ മാസ്റ്ററെ, നസീർ സാറിൻ്റെ ഒക്കെ 22 ചിത്രങ്ങൾ കേരളീയത്തിൽ പ്രദർശിപ്പിച്ചു. പക്ഷേ കലാഭവമണി എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു ചിത്രം അവിടെ പ്രദർശിപ്പിച്ചില്ല സാർ. അത് എന്നെ സംബന്ധിച്ച് ദേവസ്വത്തിന് വന്നിട്ടുണ്ട് അല്ലേ? താങ്ക് യു. ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. ഞാനെന്നും ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് ഉറക്കെ പറഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു കലാകാരനായിരുന്നു മണി. തിലകൻ ചേർന്നും അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ മണിയുടെ ഒരു ചിത്രം 22 ചിത്രങ്ങളിൽ ഒന്നായിട്ട് സെലക്ട് ചെയ്യാൻ ബഹുമാനായ സജി ചെറിയാൻ കഴിഞ്ഞില്ല. അത് രഞ്ജിത്തിൻ്റെ ഇടപെടലാണ്. കാരണം അവർ പറഞ്ഞ് ഞാൻ കേട്ടത്, അങ്ങനെ സെലക്ട് ചെയ്യുന്നെങ്കിൽ ആദ്യം വരുന്ന 2 പടം കരുവാടിക്കുട്ടനും വാസുദി ലക്ഷ്മി ആയിരിക്കും. അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ. അങ്ങനെ വിനയൻ്റെ പടം. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഇടുങ്ങിയ മനസ്സാണ് നമ്മുടെ കലാകാരന്മാരുടെ എന്ന് ആലോചിച്ചു നോക്കും. അപ്പം അത് എന്നാൽ പോലും ഞാൻ പറഞ്ഞിരുന്നു സാംസ്കാരിക വകുപ്പിനോട്, മണിയുടെ ഒരു ചിത്രം പ്രദർശിപ്പിക്കണം. മണിയുടെ ചിത്രം പ്രദർശിപ്പിച്ചില്ല. അതെൻ്റെ ഏറ്റവും വലിയ പരാതിയായിട്ട് ഞാനിന്ന് മുന്നോട്ട് വെക്കുകയാണ്. 22 ചിത്രങ്ങൾ കേരളത്തിലെ പ്രതിഭയുള്ള കലാകാരന്മാരെ പ്രദർശിപ്പിച്ചെങ്കിൽ അധസ്ഥിതനായി വന്ന് ഈ ദളിത് സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന് നമ്മളെ ഞെട്ടിച്ച നമ്മുടെ അഭിമാനമായി മാറിയ ഈ കലാകാരൻ, അകാലത്തിൽ മരിച്ചുപോയ കലാകാരൻ്റെ ഒരു ചിത്രം പ്രദർശിപ്പിക്കാൻ കേരളീയത്തിന് പറ്റിയില്ല എന്നുള്ളത് പരാതിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ വിനയനല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മണിക്ക് വേണ്ട അർഹത, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരകം 8 വർഷമായി. എന്തെല്ലാം ന്യായവാദങ്ങൾ പറഞ്ഞാലും 3 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചതാണ്. മണിയുടെ സ്മാരകം ഉയർന്നിട്ടില്ല. രാമകൃഷ്ണൻ എന്തോ പരാതി പറഞ്ഞപ്പോൾ ഞാൻ ഫോക്ലോറിൻ്റെ ചെയർമാൻ അജയകുമാറിനെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ നടത്തും സാർ, ഉടനെ തന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല. ഇതുവരെ 8 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട
ഒരു തീരുമാനമായിരിക്കണമായിരുന്നു. കലാഭവൻ മണി എന്ന് പറയുന്ന അധസ്ഥിത കലാകാരന്റെ അവന്റെ സ്മാരകം ഇവിടെ ഉയരണം എന്നുള്ളത്. അതിനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഞങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി നിന്നവരാണ്, ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചവരാണ്. പക്ഷേ ഞങ്ങളൊക്കെ കുറച്ച് വ്യക്തിത്വമുള്ളവരാണ്. അതുകൊണ്ട് തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാൻ മടിയില്ലാത്തവരാണ്. അതൊരു കുറ്റമായിട്ടെടുക്കരുത്, അതൊരു കുറ്റമായിട്ടെടുക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്റെ സ്മരണയ്ക്ക് മുമ്പിൽ കണ്ണുനീരിൽ കുതിർന്ന ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.